നാടകങ്ങളിലൂടെയും പ്രശസ്തനായ വ്യക്തിയാണ് സി വി പ്രേംകുമാർ. സാമൂഹിക പ്രസക്തിയുള്ള നിരവധി ടെലിസിനിമകളും അതുപോലെ തന്നെ സിനിമയുമൊക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണെന്ന് സിനിമാ തട്ടകത്തിൽ നമ്മോടൊപ്പം അതിഥിയായുള്ളത്. നമസ്കാരം സർ. നമസ്കാരം സർ, ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു നാടകങ്ങളിലൂടെയാണ് വന്നതെന്ന് സാറിൻ്റെ കഥയിലൂടെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിലേക്കൊരു താല്പര്യം തോന്നുന്നത് എങ്ങനെയാണ്? അതാണ് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയായി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് ചിലരൊക്കെ ചില നിമിത്തങ്ങളായിട്ടാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നെ സംബന്ധിച്ച് നിമിത്തങ്ങളല്ല. ഞാൻ കുട്ടിക്കാലം മുതൽ കലാ മേഖലയിൽ വളരെ താല്പര്യം ഉള്ള വ്യക്തിയായിരുന്നു. അത് കുട്ടിക്കാലത്തെ സ്വാധീനം തന്നെയാണ്. ഞാൻ കുട്ടിക്കാലം കൂടുതലും ചിലവഴിച്ചത് സ്കൂൾ വർക്കല നാട്ടിൻപുറത്തിൻ്റെ ശിവഗിരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആ പരിസരത്ത് അമ്പലങ്ങൾ, സാധാരണ മറ്റുള്ളവരുടെ അനുഭവം പോലെ തന്നെ ഉത്സവകാലത്ത് നാടകങ്ങൾ, കഥാപ്രസംഗങ്ങൾ, ബാലെ അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ കണ്ട് ആ കാഴ്ചകളിലാണ് എന്നെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്ത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതിർന്ന കുട്ടികൾ നാടകം ചെയ്യുമ്പോൾ അത് പോയി നോക്കിക്കണ്ട് എന്നുള്ള ആ റിഹേഴ്സൽ കണ്ടുള്ള സ്വാധീനം, ഇതൊക്കെയാണ് എന്നിലെ ഒരു നാടകക്കാരനെ വാർത്തെടുത്തത് കുട്ടിക്കാലത്ത്. അത്തരത്തിൽ ഞാൻ ആദ്യമായി നാടകം എഴുതുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം എഴുതി സംവിധാനം ചെയ്ത് സ്കൂളിൽ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. നാടക തുടക്കം അങ്ങനെയായിരുന്നു. ആ ഒരു നാടകത്തിലാണോ അഭിനയിക്കുന്നതൊക്കെ ആദ്യമായിട്ട്? അതിനൊരു പ്രത്യേകതയുള്ള എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ആവശ്യപ്പെട്ടത് അനുസരിച്ച്, എടാ നിനക്ക് നാടകങ്ങൾ എന്തെങ്കിലും അറിയാമോ? കാരണം ഞാൻ ആ കുട്ടിക്കാലത്ത് തന്നെ തോപ്പിൽ ബാസി, CL ജോസ് അത്തരത്തിലുള്ളവരുടെ നാടക പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നാടക താല്പര്യം പരിസരത്തും കുട്ടികളുടെ ഇടയിലുമൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതിയൊരു നാടകമുണ്ട്, അത് നിങ്ങൾക്ക് മതിയാകുമെങ്കിൽ. അപ്പോൾ അവർ തമാശയായിട്ട് കണ്ടു. പക്ഷേ ഞാൻ എഴുതിയ നാടകം കൊടുക്കുകയും അവർ വായിച്ചത് പുറത്തൊരാളെ കാണിച്ചു. അപ്പോൾ അതിനകത്തൊരു കണ്ടൻ്റ് ഉണ്ട്, കൊള്ളാമെന്നുള്ളത് കൊണ്ട് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും പെൺകുട്ടികളും, ഞാൻ മാത്രം ഒരു ആൺ കഥാപാത്രമായിട്ട് ആ സ്കൂളിൽ അത് അവതരിപ്പിച്ചുകൊണ്ടാണ് വന്നത്. അതെൻ്റെ ഒരു നാടകരംഗത്തെ തുടക്കമായിരുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ നാടകം സ്കൂളിൽ അവതരിപ്പിക്കുന്നത്, അത് ഞാൻ എഴുതിയ നാടകമല്ല, ബിച്ചു തിരുമല സാർ എഴുതിയാണെന്ന് തോന്നുന്നു, ഹൃദയം എന്ന് പറഞ്ഞൊരു നാടകം. ആ നാടകത്തിൽ എനിക്ക് മികച്ച 2ാമത്തെ നല്ല നടൻ്റെ സമ്മാനവും ലഭിക്കുകയുണ്ടായി. സ്കൂൾ തലത്തിലെ ആദ്യ സമ്മാനം നാടകത്തിലല്ല. ആദ്യമായി എനിക്ക് ലഭിക്കുന്നൊരു സമ്മാനം എന്ന് പറയുന്നത് കഥാപ്രസംഗത്തിലാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ സഹപാഠിയായ സുഹൃത്ത് ഒരു നവാസ് വർക്കലക്കാരൻ, ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് അവതരിപ്പിച്ച കഥ, ആ കഥാപ്രസംഗത്തിന് 1ാം സമ്മാനം ലഭിക്കുകയുണ്ടായി. അങ്ങനെ സ്കൂൾ ജീവിതത്തിൽ നാടകരംഗത്തിൽ വളരെ സജീവമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ, സബ് ജില്ലാ ബെസ്റ്റ് ആക്ടർ, പിന്നെ നിരവധി ഏകാംഗ നാടക മത്സരങ്ങൾ ആ ഒരു 80കളുടെ തുടക്കത്തിലൊക്കെ കോളേജ് തലത്തിലും ഒക്കെ അങ്ങനെയാണ് സജീവമാകുന്നത് നാടകരംഗത്ത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഈ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം എത്രത്തോളം ഉണ്ടായിരുന്നു? പഠിക്കാനാണോ വീട്ടിൽ നിന്ന് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതോ നാടകത്തിലേക്കുള്ളൊരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. നാടകത്തിന് പോകുന്ന അച്ഛന് ഇഷ്ടമേ അല്ല. ഞാൻ പഠിക്കാൻ അത്ര മോശമായ ഒരു കുട്ടിയായിരുന്നില്ല, അത്യാവശ്യം മിടുക്കുണ്ടായിരുന്നു. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ സർക്കാർ ജീവനക്കാരനായിരുന്നു, അമ്മയും. ആഴ്ചയിൽ ഒരിക്കലാണ് അച്ഛൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ ഈ നാടക പ്രശ്നങ്ങളും കലാപ്രവർത്തനവും കൊണ്ട് തന്നെ എന്നെ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ അഞ്ചലിലേക്ക് മാറ്റി. അന്ന് അമ്മയ്ക്ക് അഞ്ചലിൽ ട്രാൻസ്ഫർ ആയപ്പോൾ അങ്ങോട്ട് മാറി. അവിടെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം നന്നായി പഠിച്ചുകൊണ്ടിരുന്നു. സ്കൂൾ കലോത്സവം, സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവൽ വന്നപ്പോൾ ഞാൻ ഒരു നാടകത്തിലോട്ടങ്ങ് ചാടി. അപ്പോൾ നാടകത്തിലേക്ക് ശ്രദ്ധ മാറി. അന്ന് പോലെ അച്ഛനെ വളരെ സ്ട്രിക്റ്റായി. ഞാൻ സ്കൂളിൽ നാടകം ഫസ്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തൊരു നാടക മത്സരത്തിന് പോയി ബെസ്റ്റ് ആക്ടറെല്ലാം വാങ്ങി സമ്മാനമൊക്കെ വാങ്ങി വന്നതിന് എനിക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചൂരൽ കഷായമായിരുന്നു. അപ്പോൾ ഒട്ടും വീട്ടിൽ അച്ഛനത്ര വലിയ താല്പര്യമില്ലായിരുന്നു കലാപ്രവർത്തനത്തിൽ. അപ്പോൾ ഈ അപ്പോൾ വീട്ടിൽ പറഞ്ഞിരുന്നോ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഏരിയ എന്ന്? ഇന്നത്തെ കാലഘട്ടം പോലെ അല്ലല്ലോ. അന്ന് കുറച്ച് ഈ കലാപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര മോശം പരിപാടി അല്ലെങ്കിലും കുട്ടികൾ പഠിച്ചൊരു 10ാം ക്ലാസ് കഴിയുന്ന ഒരു തലം വരെ ആയിക്കോട്ടെ, അത് രക്ഷിതാക്കളുടെ ഒരു ചുമതലയാണല്ലോ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്നിലെ ഒരു മോശം പ്രവണത എന്ന് പറഞ്ഞാൽ
ഞാൻ ഏതിലാണോ ശ്രദ്ധിക്കുന്നത് അതിലോട്ട് അങ്ങ് മാറും. അപ്പോൾ പഠിത്തത്തിലെ ശ്രദ്ധ കുറയും. അതെൻ്റെ SSLCയുടെ മാർക്കിലും ബാധകമായിട്ടുണ്ട്. പഠിച്ചു വന്നതുപോലെ അല്ല, പിന്നെ നാടകത്തിൽ മാത്രം ശ്രദ്ധിച്ചു. അത് അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ കലാപരമായിട്ട് പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അമ്മ ചെറിയ പ്രോത്സാഹനം അച്ഛൻ അറിയാതെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ സംഗീതം പഠിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. 1 മാസം പഠിച്ചു, ടീച്ചറിൻ്റെ ജോലി കിട്ടി അവർ പോയി. അതുകൊണ്ട് അത് മുടങ്ങിപ്പോയി. എങ്കിലും ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ്. ആ കോളേജിൽ വരുമ്പോൾ അന്ന് മധുസൂദനൻ സാറുണ്ട്, കവി മധുസൂദനൻ നായർ സാർ, എൻ്റെ മലയാള അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിരുന്നു. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ മത്സരിക്കാൻ യോഗ്യനാവുന്ന തരത്തിൽ 3 ഒന്നാം സമ്മാനങ്ങൾ, ലളിതഗാനം, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, മിമിക്രി, ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ്, കളറിങ്, ഈ 6 ഇനങ്ങളിൽ സമ്മാനം കിട്ടിയിട്ടും എന്നെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് മത്സരത്തിന് അയച്ചില്ല. കാരണം അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഇരയായതാണ് 2 വർഷവും. പക്ഷേ നാടകത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാടകം യൂണിവേഴ്സിറ്റി തലത്തിൽ മധുസൂദനൻ സാറായിരുന്നു അന്ന് സംവിധാനം ചെയ്ത് കൊണ്ടുപോയത്. കലാജീവിതം ഇങ്ങനെ വലിയ തൽപരനായിട്ട് സിനിമ വളരെ ഒരു മോഹമായിരുന്നു. സിനിമാ രംഗത്തേക്ക് ഒരു എൻട്രി വേണമെന്നുള്ള താല്പര്യത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ പല ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത് പോലെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞൊരു ബ്രേക്ക് വന്നു. അതിനുശേഷം പിന്നെ പെട്ടെന്നൊരു പ്രണയ വിവാഹത്തിലേക്ക് എടുത്തു ചാടി. അവിടെ കുറച്ച് ബ്രേക്ക് ഉണ്ടായി. അപ്പോൾ അതിനുശേഷമാണോ തുടർന്ന് പഠിക്കുന്നതൊക്കെ? പഠനം പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പഠനം ബ്രേക്കായി. കുറച്ച് നാൾ ഏകാംഗ നാടക മത്സരവും നാടകരംഗത്ത് കുറച്ച് അമച്വർ നാടകരംഗത്തൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഈ വിവാഹശേഷം കുറച്ച് വിലക്കുകളുണ്ടായിരുന്നു. സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം 2 കുട്ടികളൊക്കെ ആയതിനു ശേഷം എനിക്ക് മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കണമെന്നൊരു താല്പര്യം വന്നു. അത് ഈവനിങ് കോളേജിലെങ്കിലും പഠിക്കണമെന്നുള്ളതുകൊണ്ട് ലിറ്ററേച്ചറിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത് ആക്ച്വലി ഈവനിങ്ങിന് വേണ്ടിയായിരുന്നു, ഈവനിങ് ബാച്ചിലേക്ക്. പക്ഷേ ഡേ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഇപ്പോൾ 2 കുട്ടികളുടെ അച്ഛനായതിനു ശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി പഠിക്കാൻ വരികയും അവിടെയും ഞാൻ നാടകം എന്ന് പറഞ്ഞപ്പോൾ ഒരു എടുത്തുചാട്ടം അവിടെയും കാണിച്ചു. നാടകത്തിൽ അവിടെയും സജീവമായിരുന്നു. ഈ 6ാം ക്ലാസ്സിൽ പഠിച്ച കഥാപ്രസംഗം തുടങ്ങിയതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്ന് കഥാപ്രസംഗം ഫസ്റ്റ് കിട്ടി. അന്നും എന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ അയച്ചില്ല മത്സരത്തിന്. അത് വലിയ കാര്യമില്ല, കാരണം ഞാൻ മുതിർന്ന 2 കുട്ടികളുടെ അച്ഛനായിട്ടൊക്കെ ഒന്ന് എങ്ങനെ പഠിച്ചൊരു ഗ്രാജുവേഷനും ജോലിയേക്കാൾ ഉപരി കുറച്ച് സാഹിത്യം പഠിക്കണമെന്നുള്ളൊരു താല്പര്യത്തിൽ പഠിച്ചതാണ്. അതിനുശേഷം അവിടെ വെച്ചാണ് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ കെ മുരളി, മലയാളം അധ്യാപകൻ. അദ്ദേഹം ഈ നാടക തൽപരരായ കുറച്ച് കുട്ടികളെ കണ്ടെത്തി പുള്ളി ഒരു നാടക ക്യാമ്പും വളരെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സംഭവം പുള്ളി ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് നാടകത്തെ ആധികാരികമായി കുറേ നാടകത്തിൻ്റെ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേണമെങ്കിൽ നാടകത്തിലൊരു ഗുരുസ്ഥാനീയെന്ന് അദ്ദേഹത്തെ പറയാം. കാരണം മറ്റേ നമ്മൾ തനിയെ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളിൽ നിന്നും പഠിച്ചത് മുരളി സാറിൽ നിന്നാണ്. നളചരിതം ആട്ടക്കഥ നാടക രൂപത്തിൽ എനിക്ക് തോന്നുന്നു 90s 94-95 ആ കാലഘട്ടത്തിൽ 2 വർഷത്തിലധികം റിഹേഴ്സൽ ചെയ്തിരുന്നു. ഞാൻ അതിൽ കലിയുടെ വേഷമാണ് ചെയ്തത്. അപ്പോൾ അത് തനത് നാടക രീതിയാണ്. അങ്ങനെ കുറച്ച് തനത് നാടകത്തിൻ്റെ മുദ്രകളും അങ്ങനെ കുറച്ച് പഠിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് സാറ് തന്നെ ചെയ്ത മാക്ബത്ത് എന്ന് പറയുന്ന നാടകം, ഈഡിപ്പസ്, ശാകുന്തളം, ഇങ്ങനെ കുറച്ച് നാടകങ്ങളിൽ സാറിനോടൊപ്പം അഭിനയിച്ചു, വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു അഭിനയം, നാടകം, ഇതിൽ നിന്നൊക്കെ ഒരു സിനിമയിലേക്കുള്ള ആൾരൂപങ്ങളായിരുന്നല്ലോ ആദ്യ സിനിമ ആൾരൂപങ്ങളായിരുന്നുവെങ്കിലും ഞാൻ ആദ്യം സിനിമ ചെയ്യാനിരുന്നത് അവസ്ഥാന്തരം എന്നൊരു സബ്ജക്റ്റാണ്. ടൈറ്റിൽ അവസ്ഥാന്തരം. അത് സിനിമ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായപ്പോൾ 13 എപ്പിസോഡ് സീരിയൽ ദൂരദർശൻ ക്ഷണിച്ച സമയത്ത് അത് സീരിയലാക്കി എനിക്ക് അതിന് അപ്രൂവൽ കിട്ടുകയും അത് നല്ലൊരു സീരിയലായി 98 പ്രദർശിപ്പിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ വരികയുണ്ടായി. കാരണം പതിവ് സീരിയൽ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുറത്തു പോയി. അതായത് വയനാടായിരുന്നു സീരിയലിൻ്റെ ലൊക്കേഷൻ മുഴുവൻ. സബ്ജക്റ്റിലും വ്യത്യസ്തമായിരുന്നു. സബ്ജക്റ്റ് അന്നുവരെ പറഞ്ഞ് പഴകിയ കഥകളിൽ നിന്നും വ്യത്യസ്തമായ പ്രമേയമായിരുന്നു. ആദിവാസി പശ്ചാത്തലത്തിൽ വയനാടൻ ആദിവാസി അവരുടെ ജീവിത രീതി, ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും അവരുടെ തകർച്ചയും ഒക്കെ
അതിവിപ്ലവം ദോഷകരമാണെന്നും അതിവിപ്ലവം ഉപേക്ഷിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ വരണമെന്നുമൊക്കെ ഉള്ള ഒരു മെസ്സേജുള്ളൊരു സീരിയലായിരുന്നു. അതെ, അത് അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല, കാരണം ഇത് ദൂരദർശൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനമാണല്ലോ. അപ്പോൾ അതിനകത്ത് മോശമായ കാര്യങ്ങളോ സെൻസറിങ്ങിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉള്ളതാണ്. ഇപ്പോൾ വിപ്ലവകരമായ അതിവിപ്ലവത്തെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമൊന്നുമില്ല. പക്ഷേ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് വഴിതെറ്റി വീണു പോകുന്ന കുറേ യുവത്വങ്ങളുണ്ട്. അത് മോശമായില്ല, അവരിൽ നല്ല വശങ്ങളുണ്ട്. അവർ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ ഇങ്ങനെ ആകർഷകരായി ചില പ്രസ്ഥാനങ്ങളിലേക്ക് വന്ന് പെടുകയും പിന്നെ അത് തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അവർ അതിൽ നിന്ന് അവർക്ക് അത് ഊരി പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്നുമുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും. അത്തരത്തിൽ അകപ്പെട്ടു പോകുന്നവരാണ്. അപ്പോൾ ആ അകപ്പെട്ടവർക്ക് അതിൽ നിന്നും പുറത്തിറങ്ങി വരുവാനുള്ള സാഹചര്യങ്ങൾ ശരിക്കും CPI ML ഈ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചതും അതാണ്. ആ കാലഘട്ടത്തിലാണ് കെ വേണു ഈ റഷ്യയിലെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കൊക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിന് പ്രസക്തി ഇല്ലാതായി എന്നുള്ളത്. പക്ഷേ എൻ്റെ അവസ്ഥാന്തരം ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഒരു സമൂഹത്തിലൊരു ചെറിയൊരു മാറ്റമുണ്ടായത്, ചർച്ച ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കെ വേണു, അജിത ഫിലിപ്പം പ്രസാദിനെ പോലെ ഉള്ളവർ എറണാകുളത്ത് ഒത്തുകൂടിയിട്ട് വീണ്ടും യോജിച്ചുകൊണ്ട് മീറ്റിംഗ് കൂടുകയും രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയും അവർ ഒത്തുചേരുകയുണ്ടായി. കൂടാതെ ഒരു സംഭവം ഉണ്ടായത് 7ാമത്തെ എപ്പിസോഡിൽ ഇത് മാനന്തവാടിയിൽ നക്സലൈറ്റ് വർഗീസ് വെടിയേറ്റ് വീണ സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിലെ കഥാ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ. അതിനുശേഷമാണ് ഈ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന CRPFിലെ കോൺസ്റ്റബിൾ വെളിപ്പെടുത്തുന്നത് ഞാനാണ് വർഗീസിനെ വെടിവെച്ച് കൊന്നത് എന്നുള്ളത്. അപ്പോൾ അന്നതൊക്കെ ഈ ഇത് ഇന്നത്തെ പോലെ ചാനൽസിന് ഒരു അത്രയും എണ്ണങ്ങളില്ലല്ലോ. ദൂരദർശനും ഏഷ്യാനെറ്റ് ഇങ്ങനെ തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ പത്രമാധ്യമങ്ങളിലും അതൊന്നും വലിയൊരു ഈ മീഡിയാസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചർച്ചയോ കാര്യങ്ങളോ ഉണ്ടായില്ല. പക്ഷേ ഒരു സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണെങ്കിൽ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം ഒരു പ്രാധാന്യമുണ്ട്. അവസ്ഥാന്തരവും അങ്ങനത്തെ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തത്. അതിനകത്ത് നല്ല താരനിര തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വലിയ പ്രശസ്തനായ നടൻ അലൻസിയർ ആദ്യമായി അഭിനയിക്കുന്ന സീരിയലായിരുന്നു. സിത്താര ബാലകൃഷ്ണൻ നർത്തകി, സ്വം സിനിമയിലൂടെ വന്ന പ്രസീത, പ്രിയങ്ക, ചുവന്ന വിത്തുകളിലെ നല്ല ചുവന്ന വിത്തുകൾ PA ബക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ നല്ല നടിക്കുള്ള അവാർഡ് നേടി ശാന്തകുമാരി ചേച്ചി, മാള അരവിന്ദൻ ചേട്ടൻ, അസീസ് സാറ്, ജോബി, MG ശശി, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു വർക്കുമായിരുന്നു. കർഷകർ എന്ന ടെലി സിനിമയെ പറ്റി എന്താണ് പറയുന്നത്? ഈ അവസ്ഥാന്തരങ്ങൾക്ക് ശേഷമാണോ ഈ കർഷകൻ ഇറങ്ങുന്നത്? കർഷകൻ ഈ 2005-2004 ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം കർഷകരുടെ ആത്മഹത്യ പത്രമെടുത്താൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അപ്പോൾ ഈ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും കൃഷിക്ക് വേണ്ടി ധനം അവർ ബാങ്കുകളിൽ നിന്ന് മറ്റും ലോൺ എടുത്തും കടം വാങ്ങിയൊക്കെ ആണ് ആത്മഹത്യയിലേക്ക് വഴുതി പോകുന്നതെന്നുള്ളത്. ഞാൻ കർഷകരോട് പറയാൻ ശ്രമിച്ചത് കർഷകരുടെ ആത്മഹത്യയും കൃഷിയുടെ പ്രാധാന്യമൊക്കെ അതിലൊരു വിഷയമാണ്. എങ്കിലും എല്ലാ കർഷകരും ഈ കൃഷിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങളിലൂടെ അല്ല, അവർ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളും കൃഷിക്ക് ചെയ്താലും അവർ മക്കളെ പഠിപ്പിക്കണം, മറ്റു കാര്യങ്ങൾ ഇതല്ല. അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ പല ചിലവുകളാണ് വരുന്നത്. ആ ചിലവുകളെല്ലാം കോമൺ ആയിട്ട്. അപ്പോൾ അത്തരത്തിലൊരു കർഷകൻ പിന്നെ അതിലൂടെ ഉള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ നാണ്യവിളകളുടെ പിറകെ പോയി. ധാന്യവിളകളുടെ ഇമ്പോർട്ടൻസ് കർഷകർ നമ്മൾ ഇപ്പോൾ പോലും ഇപ്പോൾ റബ്ബർ വന്നപ്പോൾ നെൽപ്പാടങ്ങളെല്ലാം നമ്മൾ കൃഷിയിടങ്ങളെല്ലാം നികത്തി. പിന്നെ അത് പല രീതിയിൽ മിസ്യൂസ് ചെയ്തു, വീടുകളായി. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ അത്തരത്തിൽ ധാന്യകൃഷിയെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ, പലരും നിലം നികത്തി വിറ്റ് കാശുണ്ടാക്കിയപ്പോഴും റബ്ബർ നട്ടപ്പോഴും ഇദ്ദേഹം നെൽകൃഷിയും വാഴയും ആയിട്ട് പശു വളർത്തലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന
ഒരു മനുഷ്യൻ. അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, പാടമെല്ലാം വരണ്ട് കരിഞ്ഞ് ഉണങ്ങിപ്പോയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം നെൽപ്പാടം കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്ന കർഷകനിലൂടെ പറഞ്ഞ പ്രമേയം. അത് ശരിക്കൊരു ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഒരു സിനിമാറ്റിക് ലെവലായിരുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ചിത്രമായിരുന്നു. KPSC ലളിത ചേച്ചി, ഒരു CP മേവട എന്ന് പറയുന്ന അദ്ദേഹമാണ് ടൈറ്റിൽ റോൾ ചെയ്തത്. പിന്നെ ജഗന്നാഥ് സാറ്, B ഹരികുമാർ സാർ, അങ്ങനെ കുറച്ച് പ്രധാന ആൾക്കാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അതിലൊരു പ്രത്യേകത ഉള്ളത്, ഇന്നത്തെ വലിയ കവിയും ഗാനരചയിതാവുമായ എൻ്റെ സുഹൃത്ത് ശ്രീ മുരുകൻ കാട്ടാക്കട, അദ്ദേഹം എഴുതിയ ഇത് പാടമല്ല എൻ്റെ ഹൃദയമാണ് എന്ന ആ കവിത ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതിയതാണ്. ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ അല്ലെങ്കിൽ ഈ ടെലി സിനിമകളായിട്ടുള്ള ഈ കൊമേഴ്ഷ്യൽ രീതിയിലെടുക്കാതെ ഇത്തരത്തിൽ ഈ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ തന്നെ അന്ന് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ്? അതിൽ നിന്ന് തന്നെ ഈ കലയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് എവിഡൻ്റ് ആണ്, എന്നാൽ പോലും ചോദിച്ചതാണ്. ഇത് ഓരോ കാഴ്ചപ്പാടുകളാണ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരിക്കൽ അടൂർ സാറ് പറയുകയുണ്ടായി, അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ കൊമേഴ്ഷ്യൽ ചിത്രം എന്നാകുമ്പോൾ അത് ഏത് കാഴ്ചപ്പാടിലെന്ന് പറയും. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ അത് വിൽക്കണം. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൊമേഴ്ഷ്യലി അദ്ദേഹത്തിൻ്റെ ചിത്രവും വിൽക്കപ്പെടുന്നു. മറിച്ച് ഒരു കലാപരമായ ഒരു സൃഷ്ടി, സിനിമ ഈ കച്ചവടം മാത്രമല്ല, അത് സമൂഹത്തോട് ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിനോ, കലാസൃഷ്ടി ഏതായാലും സമൂഹത്തോടുള്ള കടപ്പാടാണ്. ഇത് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യർക്ക് മെച്ചമുണ്ടാകുന്ന എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടാകുന്ന നാളത്തെ തലമുറയ്ക്കായാലും അത്തരം സൃഷ്ടികളായിരിക്കണം എല്ലാ മേഖലയിലും എന്നുള്ളൊരു വിശ്വാസം എനിക്ക്. സിനിമയിലൂടെ നേരത്തെ പറഞ്ഞ ഇതാണ്. ഇപ്പോൾ തന്നെ പുതിയ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഞാൻ സുഹൃത്ത് അജയ് തുണ്ടത്തിൽ, അദ്ദേഹം PR, അദ്ദേഹം ഞാനും കൂടെ പല പുതിയ സിനിമകളും കാണാൻ പോകാറുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് തന്നെ പലപ്പോഴും നിരാശയാണ് പല സിനിമകൾ. അപ്പോൾ എന്നോട് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സ് വന്നപ്പോൾ അഭിപ്രായം പറയണം. ഞാൻ സത്യസന്ധമായ ഒരു അഭിപ്രായം പറയാൻ വലിയ വിവാദമായി. പിന്നെ ഞാൻ അങ്ങനെ അഭിപ്രായം പറയാൻ പോകാറില്ല. അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഈ പറയുന്ന പോലെ ലക്ഷങ്ങളുടെ അധ്വാനമുണ്ട്. ഇന്നിപ്പോൾ ബാക്കി മേഖലയിലേക്ക് സംസാരിക്കില്ല. സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ നടീനടന്മാർ, അവരുടേതായ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അവരാരും മോശക്കാരെന്നോ അവരെ വെച്ച് സിനിമ ചെയ്യാൻ കഴിയില്ല, അതൊന്നുമല്ല. അത് കുറച്ച് അകലെയാണ്. നമ്മുടെ ഒരു വെളിപ്പാട് അകലെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയ്യെത്താൻ പറ്റാത്ത തരത്തിലായിരിക്കും ഇന്നത്തെ സിനിമ രീതികളിൽ. ആ സ്ഥാനത്ത് നമ്മളൊരു പുതിയ സിനിമ ചെയ്യുമ്പോൾ ഈ പുതിയതായി സിനിമ ചെയ്യാൻ രംഗത്ത് കടന്നു വരുന്നവരും ഗൗരവപരമായി ആലോചിക്കേണ്ട ഒരു കാര്യം ലക്ഷങ്ങൾ ചെലവഴിച്ച് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന സിനിമ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഗൗരവതരമായി തന്നെ ഇത് കാണണം, പഠിക്കുകയും ഈ ഒരു ഉറച്ച അറിവുള്ള അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു സംവിധായകനാണെങ്കിൽ ഈ സിനിമ വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് അയാൾക്ക് അറിയാൻ പറ്റും. ഇതിന്നിപ്പോൾ ഒരു ബോധ്യവും ഇല്ലാതെ പല സിനിമകളും നിരാശപ്പെടുത്തുന്ന തരത്തിലാണ്. കഥയാവട്ടെ, ഇപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ചില സിനിമകൾ ഇപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ പരമ്പരകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ. എല്ലാ പ്രമേയങ്ങളും നമ്മുടെ സമൂഹത്തിൽ അത് മാത്രമേ ഉള്ളൂ, കൊലപാതകം മാത്രമേ. അപ്പോൾ സമൂഹത്തിന് ഈ ചെറുപ്പക്കാർ വഴിതെറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുന്നവർക്ക് വഴി തെറ്റാൻ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരു പ്രേരണയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രമേയം ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കുടുംബ ചിത്രങ്ങളാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പഠിക്കുന്ന ഈ സിനിമ ആധികാരികമായി പഠിക്കുന്നവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയൊക്കെ. ഞാൻ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും സിനിമയിൽ എൻ്റെ ഗുരു ആരെന്ന് ചോദിച്ചാൽ ഞാൻ അടൂർ സാറെന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ സാധാരണ ഒരു വായനക്കാരന് വായിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം എഴുതിയിരിക്കുന്ന തിരക്കഥകളെല്ലാം ഷോർട്ട് ബേസിസാണ് എല്ലാം. സിനിമ അറിയാവുന്നവർക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം MTയുടെ തിരക്കഥയാണെങ്കിൽ അതൊരു ആസ്വാദകന് വായിച്ച് ഒരു നോവലോ കഥയൊക്കെ വായിക്കുന്ന രീതിയിലും കൂടെ വായിച്ച് കൊണ്ടുവരാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും, ലയിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും, സാങ്കേതികത്വം അറിയണം, കഥ എങ്ങനെ പറഞ്ഞു പോകണമെന്നുള്ളതും അറിയണം. ഇതാണ് സമൂഹത്തിൽ നമുക്ക് ഈ പ്രേരിപ്പിക്കുകയാണ്. പുതിയ ആൾക്കാർ വരുമ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ കഥ കൊണ്ടുപോവുക, ഇങ്ങനെ സബ്ജക്റ്റ് എടുക്കുക. ഈ 80കളിലൊക്കെ സമാന്തര സിനിമ, 70കളുടെ അവസാനം ഈ സമാന്തര സിനിമ, മധ്യവർത്തി സിനിമ, നേരത്തെ പറയുന്ന ആർട്ട് സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ, ഇങ്ങനെ വേർതിരിച്ചു വരാം. പക്ഷേ ഒരു സമാന്തര സിനിമയ്ക്ക് ഒരു പ്രേക്ഷക വൃന്ദം ഉണ്ടായിരുന്നു.
അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിർമ്മാതാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർമ്മാതാക്കളുണ്ടായാലും ഇപ്പോൾ പ്രേക്ഷകരില്ല. ഇപ്പോൾ മീഡിയാസൊക്കെ വന്ന് ഇപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ സിനിമകൾ OTTയിലൊക്കെ വീട്ടിലിരുന്ന് കാണാം. അപ്പോൾ ഭയങ്കര വെല്ലുവിളിയാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. വെല്ലുവിളി വെച്ചാൽ ഈ സിനിമ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ സ്റ്റാർസ് ഉണ്ടെങ്കിൽ അവർക്കൊരു മിനിമം ഓഡിയൻസ് ഉണ്ടാവും, ഇനിഷ്യൽ പുള്ളുണ്ടാവും. മറിച്ചാണെങ്കിൽ ഈ പുതിയൊരു സിനിമ ഇറങ്ങി ഒരു 2 ദിവസം ആകുമ്പോഴേക്കും ആ സിനിമ അപ്പോഴേ വിഡ്രോ ചെയ്യാൻ. അത് താരമൂല്യം ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് മാറിപ്പോയി. കഥയ്ക്കപ്പുറത്തേക്ക് താരമൂല്യം ഉണ്ടായത് കൊണ്ട് സിനിമ ഉണ്ടോന്നല്ല. എത്ര താരമൂല്യമുള്ള സിനിമകൾ ഒരു മിനിമം ഷോസ് കഴിഞ്ഞാൽ പിന്നെ അത് ആരും കാണാനുണ്ടാവില്ല. അതൊരു മിനിമം ഗ്യാരണ്ടി അവർക്കുണ്ട്. പക്ഷേ അല്ലാതെ താരമൂല്യം ഇല്ലാത്ത സിനിമകൾ പ്രേക്ഷകരിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എത്തുമ്പോഴേക്കും ഈ സിനിമ മാറും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആൾരൂപങ്ങൾ സിനിമ ഇപ്പോഴിറങ്ങിയെങ്കിൽ ഒരു പക്ഷേ ഒത്തിരി പേര് കാണുമായിരുന്നു. അതൊരു താരമൂല്യത്തിൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രമേയം നല്ല രീതിയിൽ പറഞ്ഞതാണ്. ഹർത്താലിൻ്റെ ഇമ്പാക്റ്റ് ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അതൊരു നല്ല കുടുംബ പശ്ചാത്തലത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന സിനിമ ഇപ്പോഴൊരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിലാണ് എന്നറിഞ്ഞു. ആ സിനിമയെ പറ്റിയെന്നാണ്. ഞാൻ ഒരു സിനിമയല്ല, ഒരു 5-6 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സിനിമയ്ക്കൊരു ബ്രേക്ക് വന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഇതിനിടയ്ക്ക് ഞാൻ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിലോട്ട് മാറുമെന്ന് പറയുന്നില്ല. ഇതിനിടയ്ക്ക് നീലക്കുയിൽ എന്ന് പറയുന്ന 54 ഇറങ്ങിയ സിനിമ പ്രസിഡൻറ്റിൻ്റെ മലയാളത്തിൽ ആദ്യമായും ദക്ഷിണേന്ത്യയിൽ ആദ്യമായും പ്രസിഡൻ്റ് അവാർഡ് നേടിയ സിനിമയാണ്. പി ഭാസ്കരൻ മാഷ്, പിന്നെ കെ രാഘവൻ മാഷ് സംഗീതജ്ഞൻ, പാടിയ കോഴിക്കോട് അബ്ദുൽ ഖാദർ, അങ്ങനെ നിരവധി പേരുടെ എൻട്രി ഉള്ളൊരു സിനിമയാണ് ആദ്യ സിനിമ. ആ സിനിമയുടെ രംഗാവിഷ്കാരം, നാടകം, അങ്ങനെ നാടക രൂപത്തിൽ ചെയ്യുവാനായ ഒരു അവസരം പല പ്രശസ്തരായ സിനിമാ സംവിധായകരെയും സമീപിച്ചപ്പോൾ അവരുടെ കോസ്റ്റും പല കാരണങ്ങളാൽ മാറി ഒടുവിൽ എൻ്റെ കയ്യിലാണത്. അപ്പോൾ നീലക്കുയിലൊരു സിനിമ നാടകം ചെയ്യാൻ വരുമ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ അത് തള്ളിക്കളയാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ വലിയ വാർത്തയുമായിരുന്നല്ലോ നാടകത്തിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും വളരെ പ്രോത്സാഹനം നൽകി. രംഗാവതരണവും വളരെ നന്നായിരുന്നു. ഞാൻ പറയാൻ വന്ന അപ്പോഴേ എൻ്റെ സിനിമ പ്രോജക്റ്റ് വീണ്ടും മാറ്റിവെക്കേണ്ടത്. അപ്പോൾ ഈ നാടകത്തിന് ഏതാണ്ട് ഇപ്പോൾ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞു. 4 മാസത്തിലധികം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തു. അതെനിക്ക് കമ്പൾസറി ആയിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് സ്റ്റേജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിഴവും കൂടാതെ രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും എല്ലാം അത്യാവശ്യം നല്ല നടീനടന്മാരാണ്. സിത്താര ബാലകൃഷ്ണനാണ് നീലിയുടെ റോള് ചെയ്തത്. ഒരു സജനചന്ദ്രൻ, അദ്ദേഹം നിരവധി ചെമ്പരത്തിയുള്ള സീരിയലിലൊക്കെ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുകയും നാടക നടനാണ്, സംവിധായകനാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നമ്മുടെ ATCയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. ജോയിൻ GM-ആയിട്ട് റിട്ടയറായി. അദ്ദേഹം വഴിയാണ് എനിക്ക് നാടകം സംവിധാനം ചെയ്യാനൊരു അവസരവും ഉണ്ടായത്. RS മൗസാറാണ് നാടകം രചിച്ചത്. വഞ്ചൂർ പ്രവീൺ കുമാർ, ഫോട്ടോഗ്രാഫർ, പത്രപ്രവർത്തനം കൂടിയ ജിതേഷ് ദാമോദറാണ് സത്യമാഷിൻ്റെ വേഷം ചെയ്തത്. അദ്ദേഹം ഈ സജനേന്ദ്രൻ സാറാണ് ഭാസ്കരൻ മാഷിൻ്റെ വേഷം ചെയ്തത്. ആ നാടകത്തിൽ നമ്മൾ ആ സിനിമയിലെ ഗാനങ്ങളെല്ലാം അതേപടി രംഗത്ത് അവതരിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടും വളരെ പ്രേക്ഷകരുടെ ഇടയിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. മോശം അഭിപ്രായം വരാതെ. കാരണം നീലക്കുയിൽ പോലുള്ളൊരു സിനിമ, അത്രയും മഹത്തായ പേരിൽ നിൽക്കുന്ന ഒരു സിനിമ മോശമാക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നത് രാഘവൻ സാറിനെ സെൻട്രൽ കഥാപാത്രമാക്കിക്കൊണ്ടൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞു, വർഷങ്ങളായി. അതിനുവേണ്ടി ഉള്ള പുറപ്പാടിലാണ്. ഒരു പക്ഷേ പെട്ടെന്ന് നടന്നേക്കും. അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ സ്റ്റേജിലാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ സിനിമയുടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കട്ടെ. ഈ ഇത്രയും നേരം എന്തായാലും സിനിമാ തട്ടകത്തിൻ്റെ ഭാഗമായതിന് വളരെയധികം നന്ദി. ഈ മാർച്ച് ഏപ്രിലോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച് എന്തായാലും അത് റിലീസാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ സാറിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ അത് വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് തന്നെ. താങ്ക് യു. പിന്നെ സിനിമയിലെ ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ സ്റ്റാർസിനെയൊക്കെ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. AI ഉപയോഗിച്ച് ഞാനൊരു പ്രോജക്റ്റ് സ്ക്രിപ്റ്റിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഒരു കഥാപാത്രങ്ങളെ ആവശ്യമില്ല, നടീനടന്മാരെ ആവശ്യമില്ലാതെ പൂർണ്ണമായും ക്യാരക്ടേഴ്സെല്ലാം AIയിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടെ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത് വളരെയധികം ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമകളും അങ്ങനെ ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. സിനിമാ രംഗത്തെ
ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് കാത്തിരിക്കുക, നിർമ്മാണ ചെലവ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവതാർ പോലുള്ള സിനിമകൾ നമ്മളിവിടെ സ്വീകരിച്ചതാണ്. അത്തരത്തിൽ സാങ്കേതിക മികവോടുകൂടി AI-യുടെ സാധ്യതകൾ ഉപയോഗിച്ച് സിനിമ ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ട് അതിലേക്ക് വരും ജനം. തീർച്ചയായിട്ടും ഫിലിം മേക്കേഴ്സും അങ്ങനെ ചിന്തിക്കും. ശരി, ആ ഒരു പുതിയ വിപ്ലവത്തിന് എന്തായാലും താങ്കളുടെ തുടക്കം കുറിക്കാനാകട്ടെ. പ്രതീക്ഷിക്കാം, ആഗ്രഹമുണ്ട്. എന്തായാലും ഈ ഒരവസരം നിങ്ങൾ നൽകിയതിലും വളരെയധികം നന്ദി, സന്തോഷം. വളരെ നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.